അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബിയദിക അല്ലത്തി ലത്തി യദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെയാണ്. വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക, കരാറ് ചെയ്താൽ അതിന് വിപരീതം പ്രവർത്തിക്കുക, കളവ് പറയാം എന്നുള്ളത് ചില ആളുകളുടെ ഒരു സ്വഭാവമാണ്, ചില മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. നാളെ ഇന്ന സമയത്ത് ഞാൻ ഉണ്ടാവും കേട്ടോ, നമുക്ക് ഒരുമിച്ച് പോവാം, ഇന്ന സമയത്ത് നീ അവിടെ ഉണ്ടാവണം എന്ന് കരാറ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ ആളവിടെ ഉണ്ടാവും, മറ്റേ ആളവിടെ ഉണ്ടാവില്ല. കാത്ത് നിൽക്കുമ്പോൾ പിന്നെ ഫോൺ വിളിക്കും, ഇന്ന് പറ്റൂല, നിനക്ക് ചില പ്രയാസമുണ്ട്. അപ്പോഴുണ്ടായ പ്രയാസം ഗൗരവമായ പ്രയാസമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കാം, നിസ്സാര കാര്യം. ഈ മനുഷ്യൻ വന്നതും ഒരുങ്ങിയതും ഒക്കെ വെറുതെ. അതുപോലെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കളവ് തന്നെ പറയാം. അതുപോലെ വിശ്വസിച്ചാൽ നമ്മൾ വഞ്ചിക്കൂല, നമ്മൾ ചതിക്കൂല എന്ന് തോന്നുന്ന ചിലപ്പോഴൊക്കെ അവർ കാലുമാറുക, നമ്മളെ വഞ്ചിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് സ്വാഭാവികമായിട്ടും മനുഷ്യരിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കപട വിശ്വാസികളുടെ അടയാളം 3 എണ്ണമാണ്. ആയത്തുൽ മുനാഫിക്ക് സലാസ്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയാം. വൈദാ വഅദ അഖ്ലഫ, കരാർ ചെയ്താൽ ലംഘിക്കുക. വൈദു ഉത്തിമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. വേറൊരു ഹദീസിൽ 4-മത്തെ ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്, തർക്കിക്കുകയാണെങ്കിൽ അനാവശ്യം പറയാം. എന്തെങ്കിലും വിഷയത്തിൽ തർക്കിക്കുമ്പോൾ അനാവശ്യം പറയാം. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലും ഒരു കമൻറ്റ്, എന്തെങ്കിലും നമ്മൾ ചില അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ ആ ആളങ്ങോട്ട് മോശമായിട്ട് പറയാം. മാന്യമായ രൂപത്തിൽ വിമർശിക്കാനുള്ള അവകാശം ആർക്കുണ്ട്, ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ അനാവശ്യം തന്നെ പറയാം. ഈ 4 അടയാളങ്ങളും പറഞ്ഞെടുത്ത് റസൂലുള്ള പറഞ്ഞു, ഈ 4ഉം ഒരാളിലുണ്ടെങ്കിൽ കപടവിശ്വാസിയാണ്. അയാൾ മുസ്ലിമാണെന്ന് പറഞ്ഞാലും, നിങ്ങളെ കൂടെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചെയ്താലും അയാൾ കപടവിശ്വാസിയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അള്ളാഹു ഇങ്ങനത്തെ അടയാളങ്ങളൊക്കെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. വിശ്വാസിയുടെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയൂല എന്നുള്ളതാണ്. അവർ മുസ്ലിമായിട്ട് ഇങ്ങനെ നടക്കും, പക്ഷേ അവർ ഈമാൻ പൂർണ്ണാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.